നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം മലയാള മനോരമയാണ്. മനോരമയിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത സർക്കാർ ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സാമ്പത്തിക ഞെരുക്കം, പദ്ധതികൾ വെട്ടിത്തുടങ്ങി ക്ഷേമത്തിലും വെട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കുറച്ചത് കർഷകരെയും BPL കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈലൈറ്റ് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കം മൂലം വികസന പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ നടപടി തുടങ്ങിയ സർക്കാർ ക്ഷേമ പദ്ധതികളിലും കൈവച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലെ 677 കോടി രൂപയിൽ എത്ര രൂപ ചെലവാക്കാനാകുമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാതിരുന്നതിനെ തുടർന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം എന്ന വാർത്തയാണ്. ആ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത് ആരെയാണ് വിഡ്ഢികളാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, മാർ ജോർജ് കുവക്കാട് കർദിനാൾ സ്ഥാനമേറ്റു എന്ന് പറയുന്ന വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ തന്നെ മനോരമ നൽകിയിട്ടുള്ളത്. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഭാരതസഭയ്ക്ക് ആനന്ദ നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് മാർ ജോർജ് കുവക്കാട് കർദിനാളായി അഭിഷിക്തനായി എന്ന വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി കണക്കില്ല, കണക്കിന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് രസകരമായ തലക്കെട്ട് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. കേന്ദ്രവും കേരളവും ആരോപണം ഉന്നയിക്കുന്നത് നിർത്തണം എന്ന കോടതിയുടെ നിർദ്ദേശവും വലിയ ഹൈലൈറ്റായി തന്നെ നൽകിയിട്ടുണ്ട്. രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹൈലൈറ്റ് നൽകുന്നുണ്ട്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലെ 677 കോടി രൂപ എന്തിനു വേണ്ടി ചെലവഴിക്കാനുള്ളതാണെന്നതിൽ വ്യക്തമായ വിശദീകരണം നൽകാനാവാത്ത സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. കൂടാതെ തന്നെ ആരെയാണ് വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും നൽകിയിട്ടുണ്ട്. ഓരോ വർഷവും ശരാശരി 700 കോടിയിലധികം രൂപ IDRF-ൽ നിന്ന് ചെലവഴിക്കേണ്ടതുണ്ടെന്ന് കോടതിയിൽ ഹാജരായ അക്കൗണ്ട്സ് ഓഫീസർ വിശദീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താണ് കോടതിയിൽ സംഭവിച്ചത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമാക്കുന്ന തരത്തിൽ ആ സ്റ്റോറി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് 6 വിമാനങ്ങളുടെ വഴിമുടക്കി പട്ടം എന്ന് പറഞ്ഞുകൊണ്ട് വിമാനപാതയിൽ പറന്ന പട്ടം കാരണം വഴിമുടങ്ങിയത് 6 വിമാനങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത സർക്കാരിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനമായി രംഗത്ത് വന്ന വാർത്ത തന്നെയാണ്. പക്ഷേ അത് ജന്മഭൂമിയിൽ വരുമ്പോൾ തലക്കെട്ട് വരുന്നത് വയനാട് കേന്ദ്രം ശരിയെന്ന് തെളിഞ്ഞു, കൃത്യമായ കണക്കെവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജന്മഭൂമി ആ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകുന്നത്. കണക്കുണ്ടോ, ഓഡിറ്റിംഗ് ഉണ്ടോ, ആരെയാണ് വിഡ്ഢികളാക്കുന്നത്, പണം പാസ്ബുക്കിൽ കാണും, അക്കൗണ്ടിൽ കാണില്ല, വാർത്ത വെച്ചാണോ ചർച്ച, ഇത് രാഷ്ട്രീയപരം, അവകാശവാദം ശരിയെന്ന് കേന്ദ്രത്തിന് തോന്നണം എന്ന് പറഞ്ഞുകൊണ്ട് 5 ബുള്ളറ്റിൻ നൽകുന്നുണ്ട് വാർത്തയുമായി ബന്ധപ്പെട്ട്. വയനാട് ദുരന്തത്തിൽ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പണം നൽകിയില്ലെന്ന് പറഞ്ഞാൽ നിരന്തരം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി കടന്നാക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ മാർ ജോർജ് കുവക്കാട് ഇനി കർദിനാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമിയിലെ മറ്റ് വലിയ പ്രാധാന്യത്തിൽ വന്നിട്ടുള്ള വാർത്ത. മറ്റൊന്ന്, ബംഗ്ലാദേശിൽ വീണ്ടും ഇസ്ലാമിക ഭീകരർ ക്ഷേത്രം കത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, നെല്ലിൻ്റെ താങ്ങുവില കേന്ദ്രം കൂട്ടി, കേരളം കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. കർഷകരോട് കേന്ദ്രം കാരുണ്യവും കനിവും കാട്ടുമ്പോൾ കേരള സർക്കാർ അവർക്കുള്ള താങ്ങുവില പോലും കുത്തനെ വെട്ടിക്കുറയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത സ്മാർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഗ്രാമങ്ങളും ഇനി സ്മാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. വിവിധ സർട്ടിഫിക്കറ്റുകൾക്കും മറ്റ് സേവനങ്ങൾക്കുമായി ഇനി ഗ്രാമത്തിലുള്ളവർക്ക് സർക്കാർ ഓഫീസ് കയറി ഇറങ്ങേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംവിധാനത്തെ പറ്റി വാർത്ത നൽകിയിട്ടുള്ളത്. സ്മാർട്ട് പഞ്ചായത്തുകളിലേക്കും ഉദ്ഘാടനം ജനുവരി 1-ന്, പുതുതായി 5 സേവനം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയെ സംബന്ധിച്ച 3 ബുള്ളറ്റിൻ നൽകിയിട്ടുണ്ട്. സ്മാർട്ടിലെ പുതിയ സേവനങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്ന ഒരു ബുള്ളറ്റിൻ കൂടി ഹൈലൈറ്റോട് കൂടി തന്നെ നൽകുന്നുണ്ട്. തൊഴിൽ നികുതി അടയ്ക്കാൻ സാധിക്കും, പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ സാധിക്കും, വാടക, ലീസ് തുടങ്ങിയവ അടയ്ക്കാം, വളർത്തുമൃഗങ്ങളുടെ ലൈസൻസ്, പെൻഷൻ വിവരങ്ങൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് എന്തെല്ലാം ഫെസിലിറ്റീസാണ് ആ സ്മാർട്ടിലുള്ളത് എന്ന് കാണിക്കുന്നത്. മറ്റൊന്ന്, മാർ ജോർജ് കുവക്കാട് ഇനി കർദിനാൾ എന്ന വാർത്തയും ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ KSRTC-യിലും സോളാർ വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി കണ്ടെത്താൻ KSRTC 43 ഡിപ്പോയിൽ പാനൽ സ്ഥാപിക്കും, MLA ഫണ്ടും മറ്റ് ഫണ്ടുകളും ഇതിനായി തേടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഇവിടെയും സോളാർ എന്ന് പറഞ്ഞാൽ മറ്റൊരു സൈഡ് സ്റ്റോറിയും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയും കമ്മീഷനും പറഞ്ഞാൽ പുറത്തുവിടും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകൾ വാർത്തയെ നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ കടന്നാക്രമിച്ച വിമത ഭീകരർ സിറിയയിൽ 3 ലക്ഷം പേർ പലായനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്.
വിമത ഭീകരരുടെ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ നിന്ന് 3 ലക്ഷത്തോളം പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നതായി ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഇനി കേരള കൗമുദിയാണ്. കേരള കൗമുദിയിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത അടുത്ത വർഷം നിരക്ക് കൂട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യുതി ചാർജുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ജനം ഷോക്കടിപ്പിക്കുമെന്ന ആശങ്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനൊരു സ്ട്രിപ്പ് നൽകിയിട്ടുള്ളത്. വർഷം തോറും വൈദ്യുതി നിരക്ക് കൂട്ടുന്ന സർക്കാർ എന്ന പേരുദോഷം ജനവികാരം എതിരാകുമെന്ന ആശങ്ക. അടുത്ത വർഷത്തേക്ക് പ്രഖ്യാപിച്ച 12 പൈസ വർധന വേണ്ടെന്ന് വച്ചേക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. കൂടാതെ തന്നെ സോളാറിനോട് പ്രിയമേറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി നൽകുന്നുണ്ട്. ഓരോ സ്ഥാപനവും വീടും വൈദ്യുതി സ്വയം പര്യാപ്തമാകാനാണ് സോളാറിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സോളാറിന്റെ ചില ഗുണങ്ങളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. കമ്മി താൻ നടപടി നിരക്ക് കൂട്ടേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ആ സൈഡ് സ്റ്റോറിയിൽ മറ്റൊരു സ്റ്റോറി കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. KSEBിയുടെ 10 വർഷത്തെ നഷ്ടം എത്രയാണെന്നെല്ലാം കാണിക്കുന്ന മറ്റു ചില വിവരങ്ങളും ഈ സ്റ്റോറിയുമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ആരെയാണ് വിഡ്ഢിയാക്കുന്നതെന്ന ഹൈക്കോടതിയുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ദുരന്ത പ്രതികരണ നിധി കണക്ക് പറയാതെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകുന്നത്. ആ വാർത്തയിൽ തന്നെ 2219 കോടി പരിഗണനയിൽ എന്ന് പറഞ്ഞുകൊണ്ട് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ക് കൂടി സൂചിപ്പിക്കുന്ന മറ്റൊരു സബ് സ്റ്റോറിയും നൽകുന്നു. മറ്റൊന്ന് അഭിമാന ചാരുതയിൽ കർദിനാളായി മാർ ജോർജ് കുവക്കാട് എന്ന് പറഞ്ഞുകൊണ്ട് മാർ ജോർജുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. ചരിത്ര നിമിഷത്തിൽ മാതാപിതാക്കളും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും അതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റൊന്ന് 6 വെട്ടിച്ചുരുക്കി SI ഷോർട്ട് ലിസ്റ്റിൽ 764 പേർ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്തയാണ്. 6 മാസമായ SI റാങ്ക് ലിസ്റ്റിലെ 1-ാം റാങ്കുകാരന് പോലും നിയമനം നൽകാതെ അടുത്ത റാങ്ക് ലിസ്റ്റിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വെട്ടിച്ചുരുക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഇത്രയുമാണ് കൗമുദിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ള വാർത്ത മാർ ജോർജുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കൃപയുടെ നിറവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാർ ജോർജ് കുവക്കാട് ഉൾപ്പെടെ 21 പേർ കൂടി കർദിനാൾ സംഘത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ കുറ്റം പറച്ചിൽ നിർത്തി കണക്ക് നിരത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. വയനാട് പുനരധിവാസത്തിൽ സർക്കാരിനെ കുടഞ്ഞ ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ട്രിപ്പ് നൽകിയിട്ടുള്ളത്. വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായേക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. സർക്കാരുമായി പിണങ്ങി നിൽക്കുന്ന ജീവനക്കാരെ അനുനയിപ്പിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങളും സംസ്ഥാന ബജറ്റിലുണ്ടാകുമെന്ന് സൂചന എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഹൈക്കോടതിയുടെ വിമർശനം തന്നെയാണ്. വയനാട് ദുരന്ത ബാധിതരെ അപമാനിക്കരുത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി വ്യക്തമായ വിശദീകരണം നൽകാത്തതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനൊരു ഹൈലൈറ്റ് നൽകിയിട്ടുള്ളത്. കോടതി ബഹളം വെക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റൊന്ന് ആരാധനാലയ നിയമം പ്രത്യേക ബെഞ്ചിന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഈ വാർത്ത മാധ്യമത്തിൽ മാത്രമാണ് ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുള്ളത്. രാജ്യത്തെ ആരാധനാലയങ്ങൾ 1947 ഓഗസ്റ്റ് 15 തൽസ്ഥിതി നിലനിർത്താൻ വ്യവസ്ഥ ചെയ്യുന്ന 1991 ആരാധനാലയ നിയമം റദ്ദാക്കാൻ സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് ഈ മാസം 12 വാദം കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റൊന്ന് കേരള സഭയ്ക്ക് അഭിമാനം മാർ ജോർജ് കുവക്കാട് ഇനി കർദിനാൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് 1-ാം പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ വ്യാജബന്ധങ്ങൾ യോഗ്യതയാക്കി കൂട്ടസ്ഥാന കയറ്റ നീക്കം എന്ന് പറഞ്ഞുകൊണ്ട് കാർഷിക സർവകലാശാലയിൽ വളഞ്ഞ വഴി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കാർഷിക സർവകലാശാലയിൽ UGC മാനദണ്ഡങ്ങളും സംസ്ഥാന സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളും അട്ടിമറിച്ച് വീണ്ടും കൂട്ടസ്ഥാന കയറ്റത്തിന് നീക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.